ഹായ്, നമ്മളൊന്ന് ഊട്ടി പോവുകയാണ്. ഇപ്പോൾ പയ്യന്നൂരല്ലേ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പയ്യന്നൂരിൽ നിന്ന് ഏകദേശം 8 മണിയായി. എല്ലാവരും വന്നു. ഇനിയിപ്പോൾ നമ്മളിപ്പം പോവുകയാണ്. മലേഷ്യൻ മാർക്കറ്റിംഗ് ബിസിനസ്സിൻ്റെ നമ്മുടെ ടീമിൻ്റെ ഒരു ഊട്ടി ട്രിപ്പാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പയ്യന്നൂരിൽ നിന്നും പുറപ്പെടാൻ പോവുകയാണ്. എല്ലാവരും വന്നു. ഇനി നമ്മൾ പുറപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഊട്ടി പോയിട്ട് നല്ല ബ്ലോക്കാണ്. റോഡ് സൈഡിലെല്ലാം പണി നടക്കുന്നുണ്ട് റോഡിൻ്റെ. രാവിലെ തന്നെ നമ്മൾ ഊട്ടിയിൽ ഒരു സ്ഥലത്തെത്തി. നല്ല തണുപ്പാണ്. എല്ലാവരും ചായ കുടിക്കുന്നതിൻ്റെ തിരക്കിലാണുള്ളത്. നല്ല ചൂട് ചായ, നല്ല തണുപ്പാണ് ഊട്ടിയിൽ. റോഡ് സൈഡിൽ വണ്ടി നിർത്തിക്കൊണ്ട് നമ്മൾ ചായ കുടിക്കുകയാണ്. കട്ടനടിക്കുന്ന ഇപ്പോൾ റോഡ് സൈഡിൽ തന്നെ ബസ്സിന് തൊട്ടടുത്ത് ഒരു കാറ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ നോക്കിയപ്പോൾ ഇത് മഞ്ഞാണ്, വെള്ളം കട്ട കെട്ടിയതാണ്. അത്രയ്ക്കും തണുപ്പാണ് ഇവിടെ. രാവിലെ ഊട്ടിയിലെ ക്ലൈമറ്റാണ്. തടാകങ്ങളുടെ മുകളിൽ തന്നെ കണ്ടില്ലേ, ഇങ്ങനെ വെള്ളം മഞ്ഞായിട്ട് പൊങ്ങിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബസ് സൈഡാക്കി നമ്മൾ ഈ തടാകം ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. സമയം ഏകദേശം 6:30. നമ്മൾ ഊട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി പ്രോപ്പർ ഊട്ടിയിലേക്ക് ഒരു അരമണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഊട്ടിയുടെ ഏകദേശം നമ്മൾ അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു. നല്ല പ്രകൃതി ഭംഗിയായിട്ട് നമ്മൾ വരികയാണ്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും നല്ല തേയിലകൾ നിറഞ്ഞിട്ടുണ്ട്. നല്ല ഫോഗൊക്കെ വന്ന് മഞ്ഞുകൊണ്ട് കാഴ്ചകൾ മറയുന്ന ഒരു നിമിഷമാണ്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് ഇവിടെ വരുമ്പോൾ പ്രത്യേകം ഒരു ഫീലിങ്സാണ്. കാരണം നല്ല തണുപ്പേറിയ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തുന്നത്. കണ്ടില്ലേ, നല്ല വീടുകൾക്കിടയിലേക്കൂടെ മഞ്ഞ് കെട്ടിക്കിടക്കുന്നത് കട്ട മഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഒരു രാവിലെ തന്നെ ഫ്രഷപ്പിനായിട്ട് റൂംസൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഫ്രഷപ്പ് ചെയ്ത് എല്ലാവരും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇവിടുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് രാവിലെ തന്നെ. അപ്പോൾ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ബസ്സിൽ പുറത്തേക്ക് നമ്മൾ കറങ്ങാൻ പോവുകയാണ്. ഊട്ടിയിൽ പല സ്ഥലങ്ങളിലേക്കായി. അപ്പോൾ ഒരുപാട് തടാകങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഊട്ടിയിൽ. നമ്മൾ ബസ്സിലൊക്കെ അടിച്ച് പൊളിച്ച് ഇറങ്ങുന്നു. അപ്പോൾ എല്ലാവരും ഒരേ മനസ്സോടു കൂടി നല്ല ഡാൻസൊക്കെ കളിച്ച് നല്ല ആവേശത്തോടു കൂടിയാണ് നമ്മൾ ഇറങ്ങിയത്. ആദ്യമായിട്ട് നമ്മൾ ഇറങ്ങിയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. ഊട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പൈൻ ഫോറസ്റ്റ്. അപ്പോൾ എല്ലാവരും പ്രത്യേകം എത്തുന്ന ഒരു സ്ഥലമാണ്. നല്ലൊരു ആംബിയൻസാണ് ഇവിടെ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. ഇവിടെ നല്ലൊരു തടാകമുണ്ട്. നല്ലൊരു സീനറിയാണ്. നല്ല സീനാണ് ഇവിടുത്തെ. അവിടുന്ന് അടുത്തതായി നമ്മൾ പോയത് ഊട്ടിയിലെ ബോട്ട് ഹൗസിലേക്കാണ്. ഊട്ടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ബോട്ട് ഹൗസ്. ഇവിടെ നമ്മൾ കയറുമ്പോൾ കാണാം, ഇവിടെ പാർക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഏതിലേക്കാണോ കയറേണ്ടത് അതിലേക്കനുസരിച്ചുള്ള ചാർജുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ കയാക്കിങ്, അതുപോലെ തന്നെ ബോട്ട്,
മിഷൻ ബോട്ട്, പെഡൽസ് ബോട്ട് ഒക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഗ്രൂപ്പായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂസാണ് നമ്മുടെ ഈ തടാകത്തിൻ്റെ മുഴുവൻ ഉള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സൂപ്പർ സാർ, ജസ്റ്റ് മിസ് ഗൺ സെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ടീ ഫാക്ടറിയിലേക്കാണ് പോയത്, ഊട്ടിയിലെ ടീ ഫാക്ടറി. അപ്പോൾ ഇവിടെ കുറേ ഫോട്ടോസൊക്കെ ആദ്യ സെക്ഷനിലേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ ഊട്ടിയിലെ ടീ ഫാക്ടറിയുടെ ചരിത്രങ്ങളും മറ്റു കാര്യങ്ങളും ഉള്ള കുറച്ച് വിവരണങ്ങൾ നമുക്ക് ഇവിടെയുണ്ട്. അടുത്തായി നമുക്ക് ഇവിടെ അതായത് ചായപ്പൊടി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം തേയില ഒരു ബോക്സിനകത്തിട്ട് മെഷീനിലേക്ക് ഇടുന്നു. അതിൽ നിന്ന് നേരെ പീസായി കട്ടായി നമ്മൾ അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. ഒരു വലിയൊരു പൈപ്പ് വഴിയാണ് നേരെ താഴെ ഒരു മെഷീനിലേക്ക് പോകും. അവിടെ നിന്ന് പീസാക്കി വീണ്ടും പീസാക്കി ചെറിയ പൊടികളാക്കി പല മെഷീനുകളും ഇറങ്ങിച്ചെന്ന് ഇങ്ങനെ പല മെഷീനിലേക്കും കയറി ചെറിയ ചെറിയ പൊടികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരു ചായപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് മെഷീനുണ്ട്. ഒരു ചായപ്പൊടി ആക്കിയെടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്ന ഒരുപാട് കാഴ്ചകളാണ്. അപ്പോൾ വലിയൊരു ടാങ്ക് പോലത്തുള്ള ഒരു അറയിലേക്ക് അത് പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ചൂടാക്കുന്ന എന്തോ മെഷീനായിട്ടാണ് തോന്നുന്നത്. അതിനുശേഷം ആ മെഷീൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ അവിടെ വാട്ടർ സ്പ്രേ കൊടുത്തിട്ടുണ്ട്, വെള്ളത്തിൻ്റെ ഒരു സ്പ്രേ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിൽ നിന്ന് കിട്ടുന്ന ചായപ്പൊടി അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് വളരെ ചെറിയ പൊടികളാക്കി മാറ്റിയെടുത്തുകൊണ്ട് ഇവിടെ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് പുറമെ അവിടെ തന്നെ ഡയറക്റ്റ് പാക്കിംഗ് സിസ്റ്റം ഉണ്ട്. അത് ഒരു മെഷീൻ ഉപയോഗിച്ച് അവിടെ പാക്കിംഗ് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കവറിൻ്റെ ഉള്ളിലേക്ക് കാണാം ചായപ്പൊടി നിറക്കുന്നത് കാണാം. അതിൽ നിന്ന് അത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പാക്കറ്റ് നമുക്ക് കാണാം. പിന്നെ അടുത്ത സെഷൻ നമുക്ക് ഇവിടെ ചോക്ലേറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. അപ്പോൾ ഒരുപാട് ചോക്ലേറ്റുകൾ ഇവിടുന്ന് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഫ്രഷായിട്ട് നമുക്ക് ചോക്ലേറ്റ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മളെ ഊട്ടിയിലെ ടീ ഫാക്ടറി. അപ്പോൾ അതിൻ്റെ പുറമേയുള്ള ഒരു കാഴ്ചയാണ് ടീ ഫാക്ടറിയിൽ നിന്നുള്ള വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ചൂടേറിയ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് വളരെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഊട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി പോകുന്നത് നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് വൈകുന്നേരം ഊട്ടിയിലെ മനോഹരമായ നല്ല വൈകുന്നേരത്തെ വെയിലുകൾ കൊണ്ടുള്ള ആ മനോഹര കാഴ്ച നമ്മൾക്ക് അടുത്തതായി ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട 4-5 സ്ഥലങ്ങളിൽ ആണ് നമ്മൾ പോകുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. വളരെ ഏരിയ കൂടിയ ഒരു സ്ഥലം കൂടിയാണ്. എല്ലാവരും വരുന്ന മനോഹരമായൊരു സ്ഥലം കൂടിയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഈ ഗാർഡൻ ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു സ്ഥലമാണ് ഗ്ലാസ് ഹൗസ്.
അപ്പോൾ അതിനുള്ളിൽ ഒരുപാട് തരത്തിലുള്ള ചെടികൾ നമുക്ക് കണ്ടുവരാം. ഈ ഗ്ലാസ് ഹൗസിനുള്ളിൽ നമുക്ക് ചുറ്റും നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെടികൾ ഇവിടെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാണാത്ത ഒരുപാട് ചെടികൾ നമുക്കിവിടെ കാണാം. ഒരുപാട് പൂക്കൾ നമുക്ക് ഇവിടെ കാണാം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത പലതരത്തിലുള്ള പൂക്കൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നു. അപ്പോൾ ഊട്ടിയിലെ മെയിനായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ഗാർഡൻ. അപ്പോൾ രണ്ട് ഭാഗങ്ങളിലും ഒരുപാട് ചെടികൾ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഒന്ന് ഫാസ്റ്റായിട്ട് പോവുകയാണ് ചെടികളൊക്കെ കണ്ട്. അടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഗാർഡൻ്റെ പല സ്ഥലത്തേക്കും നമ്മൾ നടന്നു. ട്രിപ്പിൻ്റെ അവസാന ഘട്ടമായി നമ്മൾ സെറ്റ് ചെയ്തു ക്യാമ്പ് ഫയർ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ക്യാമ്പ് ഫയറൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരും എൻജോയ് ചെയ്തു എന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരേപോലെ തന്നെ ഒരു ക്യാമ്പ് ഫയർ വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ചുകൊണ്ട് നമ്മൾ ഈ ട്രിപ്പ് ആഘോഷിച്ചുകൊണ്ട് നേരെ നാട്ടിലേക്ക് തിരിച്ചു.